അപ്പം ഞാൻ പോയി CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്ത റിപ്പോർട്ടിൻ്റെ ആ സമയത്തൊക്കെ കാശ് രൂപം കയ്യിൽ വെച്ച് തന്നെയാണ് പോയത്. അങ്ങനെ പിറ്റത്തെ ദിവസം റിപ്പോർട്ട് വന്നത്. റിപ്പോർട്ടിൽ കാൽസിഫിക്കേഷൻ ഇല്ല എന്നായിരുന്നു കണ്ടത്. കാൽസിഫൈഡ് സ്പോട്ട് ഉണ്ട് എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അത് ഈ റിപ്പോർട്ടിൽ കാൽസിഫിക്കേഷനേ ഇല്ല എന്നൊരു റിപ്പോർട്ടാണ് എനിക്ക് ലാസ്റ്റ് കിട്ടിയത് ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം. അത് എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു അനുഭവമാണ്. കൃപാസന മാതാവാണ് ഇതിനെല്ലാം വഴിയൊരുക്കിയെന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു. മാതാവിൻ്റെ മാധ്യസ്ഥമാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലായാലും ഞങ്ങളുടെ കുടുംബത്തിലായാലും ഇങ്ങനൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് ദൈവത്തിനാൽ മാത്രമാണ്. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ഹെലൻ റിനി. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 20 ജൂലൈ 2023 കഴിഞ്ഞ മാസമാണ് വന്ന് ഉടമ്പടി എടുത്തത്. കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, വീഡിയോകൾ കണ്ടിട്ടുണ്ട്, സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വലിയൊരു വിശ്വാസം വല്ലാതെ ഒന്നും ഇല്ലായിരുന്നു. ദൈവത്തിൽ വിശ്വാസമുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. CSI സഭാംഗമാണ്. അപ്പം ഞങ്ങൾക്ക് മാതാവിനോട് പ്രത്യേക പ്രാർത്ഥനയോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഡാഡി ഭയങ്കര വിശ്വാസിയാണ്, മാതാവിലായാലും ദൈവത്തിലായാലും. അപ്പോൾ മാതാവിനെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ ചെറുപ്പം തൊട്ട് തന്നെ കേട്ടിട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ വീട്ടിൽ കൊന്തയുണ്ട്, മാതാവിനെക്കുറിച്ച് പറയാറുണ്ട്, പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഡാഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അതിർത്തിയുടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു. വീടിൻ്റെ കുടുംബക്കാർ തന്നെയാണ് ചുറ്റുമുള്ളത്. അവരെ കൊണ്ടല്ല, ബാക്കിൽ വേറൊരു ആളുടെ പറമ്പാണ്, പാടത്താണ് വീടുള്ളത്. അപ്പോൾ അവർ ഓരോ സമയം വരമ്പ് വയ്ക്കുന്ന സമയത്ത് അവർ ഞങ്ങളുടെ പാടത്തു നിന്നും കൂടെ കുറച്ച് ചെത്തി അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഇതിനെതിരെ വർത്തമാനം പറയാൻ നിന്ന് കഴിഞ്ഞാൽ അയാൾ മോശമായിട്ടുള്ള സംസാരം ഉള്ളത് കൊണ്ട് ഡാഡി അതിനൊന്നും അങ്ങനെ തർക്കിച്ച് പറയാറില്ലായിരുന്നു. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറി. ഡാഡി അങ്ങനെ തിരിച്ച് പറയാത്ത ആളായതുകൊണ്ട് തന്നെ അത് എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെ 10 വർഷത്തോളമായിട്ട് അവിടെ സ്ഥലം അളന്നിടാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ അളക്കാനുള്ള ആളുകളെ പോയിട്ട് സമീപിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത്, തൊട്ടടുത്ത അയാളല്ലേ താമസിക്കുന്നത്, ആ സ്ഥലത്ത് അളക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ബുദ്ധിമുട്ടാണ്, അവിടെ നടക്കില്ല എന്നാണ് എല്ലാവരും പറഞ്ഞ് കൈയൊഴിയുക. അങ്ങനെ ഡാഡി ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് 60 വയസ്സിന് ശേഷമുള്ളവർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഡാഡി ജോസഫ് അച്ഛനെ കാണാൻ പറ്റിയില്ല. ഇവിടെ ഉണ്ടായിരുന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നു. അങ്ങനെ ഡാഡി വന്ന് അടുത്ത 2ാമത്തെ ദിവസം ഞങ്ങൾക്ക് ഫോണിൽ മെസ്സേജ് വന്നു. അടുത്ത ദിവസം, അതായത് ഡാഡി ഇവിടെ വന്ന് വീട്ടിൽ വന്നതിൻ്റെ ശേഷം 3ാമത്തെ ദിവസം സർവേക്ക്, പഞ്ചായത്തിൽ നിന്ന് സർവേക്ക് സ്ഥലം അളക്കാൻ വരുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ അവിടെയൊക്കെ അളക്കാൻ വരുന്നുണ്ട് എന്നൊരു മെസ്സേജായിരുന്നു കണ്ടത്. അത് കണ്ടത് ഞങ്ങൾക്ക് ഉറപ്പായി കൃപാസന മാതാവ് ഇടപെട്ടതാണ്, അതല്ലാതെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് ഉറപ്പായി. കാരണം ഈ അടുത്തൊന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. സർവേക്കാർ വരുമോ വന്ന് അളക്കുകയോ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. അങ്ങനെ ഇവർ വന്ന് അളന്ന് ഞങ്ങളിപ്പോൾ ബാക്കിൽ മതിൽ കെട്ടി. അപ്പോൾ ഇതോടുകൂടെ തന്നെ ഞങ്ങൾക്ക് കൃപാസന മാതാവിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യമായിരുന്നു. മാതാവിൻ്റെ കഴിവിനെക്കുറിച്ചും മാതാവിൻ്റെ ശക്തിയെക്കുറിച്ചും കാര്യങ്ങൾ സാധിപ്പിക്കുന്നതിൻ്റെ വേഗതയെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് ബോധ്യമായി. അങ്ങനെ പിന്നീട് ഞാൻ ടീച്ചറാണ്, B.Ed കഴിഞ്ഞതാണ്. പഠിച്ചിറങ്ങിയിട്ട് ഒരു 5 വർഷത്തിലേറെയായി. പക്ഷേ ഇതുവരെയും പെർമനൻ്റ് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഡെയിലി വേജായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പെർമനൻ്റ് ജോലി കിട്ടണമെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ കൊടുക്കണം. പക്ഷെ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. അതിന് പുറമേ ഡാഡി അങ്ങനെ ആ ഒരു രീതിയിൽ ബുദ്ധിമുട്ടിലാക്കരുത് എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ PSC ഒക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലിസ്റ്റിൽ വരും, കിട്ടില്ല. HSST ലിസ്റ്റിൽ വന്നിട്ടായിരുന്നു. പക്ഷേ കാസ്റ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണം അത് പോയി. പിന്നെ പള്ളിയുടെ വക സ്കൂളുണ്ട്, പക്ഷെ അതിലാണെങ്കിലും നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കണം. അപ്പം അതല്ലാതെ ഏതെങ്കിലും ഒരു വഴിയിൽ ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു.
പ്രാർത്ഥനയോടുകൂടെ തന്നെ ഞാൻ ഓരോ തവണയും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇൻ്റർവ്യൂവിനും ഒക്കെ ഞാൻ അയക്കുമായിരുന്നു CV-കൾ. കുറേ തവണ മെസ്സേജൊക്കെ വരും. കഴിഞ്ഞ വർഷം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും സക്സസ് ആയില്ല. അതിൻ്റെ മുൻപ് ഞാൻ അയച്ചിട്ടിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. അവസാനം ഡാഡി ഇവിടെ വന്നതിന് ശേഷം ഞാൻ കൃപാസനത്തിൽ വീഡിയോ കണ്ട് അച്ഛൻ്റെ പ്രാർത്ഥനയോട് കൂടെ ഞാനും മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം എനിക്ക് ഇൻ്റർവ്യൂവിനുള്ളൊരു മെയിൽ വന്നു. അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്തു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഇൻ്റർവ്യൂ കിട്ടി. അതും എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. കാരണം ഞാൻ മുന്നേ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ല. ഇത് ഞാൻ വല്ലാതെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്തില്ല. കാരണം ഭവൻസ് സ്കൂളിൽ നിന്നായിരുന്നു. അപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആവും, എനിക്ക് കിട്ടില്ല എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഒരുവിധം എന്തായാലും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിൽ അറ്റൻഡ് ചെയ്തു. അത് പക്ഷേ എനിക്ക് കിട്ടി. അവർ ചോദിച്ചതിനെല്ലാം നല്ല രീതിയിൽ ആൻസർ പറയാൻ പറ്റി. ബാക്കി അങ്ങനെ പിന്നീടുള്ള പ്രോസസ്സുകളൊക്കെ വേഗം നടന്നു. അപ്പോൾ എനിക്ക് തോന്നി ദൈവം എനിക്ക് വെച്ച് തന്ന ഇത് എൻ്റെ നിയോഗമായിരിക്കും, എനിക്ക് തന്നതാണ് എന്നൊരു ഉറപ്പിൽ ഓരോ തവണ ഓരോന്നിന് പോകുമ്പോഴും വചനം വായിക്കും. മമ്മി പറഞ്ഞിരുന്നു, നിനക്ക് വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് നിനക്ക് കിട്ടുക തന്നെ ചെയ്യും, അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ ആവണ്ട, ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഓരോ തവണയും ബൈബിൾ വായിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾക്കും പോരുന്നത്. അങ്ങനെ വിസ വന്നു, എല്ലാ കാര്യങ്ങളുമായി മെഡിക്കൽ ടെസ്റ്റിനായിട്ട് ഞാൻ പോയി. മെഡിക്കൽ ടെസ്റ്റിന് പോയപ്പോഴും ഇതെല്ലാം സക്സസ് ആയി, ഇത് മാത്രമേ ഉള്ളൂ ഇനി മുന്നിൽ, അത് കഴിഞ്ഞാൽ ടിക്കറ്റാണ്. അപ്പോൾ ഇതും ക്ലിയർ ആവും, എല്ലാം ശരിയായല്ലോ എന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ പോയെങ്കിലും മെഡിക്കൽ ഫിറ്റായില്ല, അൺഫിറ്റായി. എനിക്ക് ചെസ്റ്റിൽ കാൽസിഫൈഡ് സ്പോട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എന്നിട്ട് പൾമനോളജിസ്റ്റിനെ കണ്ടു. അവർ പറഞ്ഞത് കാൽസിഫൈഡ് സ്പോട്ടാണ്, അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തും പോകാൻ പറ്റില്ല, കാൽസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ തീരെയും പോകാൻ പറ്റില്ല. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് കുവൈറ്റിലേക്കായിരുന്നു. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടേക്ക് തീരെ പ്രതീക്ഷിക്കണ്ട, അവർ ഫിറ്റാക്കി തരില്ല, ഇനിയിപ്പോൾ അഥവാ പോയാലും തിരിച്ചു വിടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുക ചെയ്തേ. അങ്ങനെ ഡാഡിയും പറഞ്ഞു നമുക്കിവിടെ വരാം, ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ 20-ാം തീയതി ഞങ്ങൾ കുടുംബത്തോടെ തന്നെ വന്നു. ഞാനും ചേച്ചിയും ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് 22-ാം തീയതി ജൂലൈ 22-ന് പോയി മെഡിക്കൽ ടെസ്റ്റ് നടത്തി. അതിൽ സ്പോട്ട് കണ്ടില്ല. ഞാൻ പോകുന്നതിന് മുൻപ് ഇവിടെ നിന്ന് വെഞ്ചരിച്ച കൃപാസന മാതാവൻ വെഞ്ചരിച്ച തൈലം ചെസ്റ്റ് എക്സ്റേക്ക് പോകുന്നതിന് മുൻപ് തേച്ച് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ അതിന് മുൻപ് തന്നെ വെഞ്ചരിച്ച ഉപ്പ് അത് ഞാൻ വെള്ളത്തിൽ കലക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. ആവി കൊള്ളുമ്പോഴും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതുപോലെ കാശ് രൂപം കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പോകുമ്പോഴും അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും ഇറങ്ങുന്നത് വരെ അതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ ഫിറ്റ്നസ് സ്പോട്ട് കണ്ടില്ല, മറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ചെറിയ പ്ലൂരൽ തിക്നെസ് ഉണ്ട്, ഇങ്ങനെ ആയാലും ഫിറ്റ് ആവില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇതെന്താ ഇങ്ങനെ, ദൈവം എനിക്കിത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം, ഒരുപാട് ഇതിന് പിറകെ പണമായാലും ഒക്കെ നഷ്ടമാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ നഷ്ടത്തിലേക്കാണോ, ഞാൻ സന്തോഷിച്ചതൊക്കെ വെറുതെ ആയോ എന്ന് വരെ കരുതി. അത് കഴിഞ്ഞപ്പോൾ സാറ് ഒന്നുകൂടെ വിളിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ സാറ് ഒന്നുകൂടെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് CT സ്കാൻ ചെയ്യാം, അതിൽ ഞാൻ ഉറപ്പ് പറയില്ല, സാധ്യതയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 2000 രൂപയോളം ചിലവ് വരും, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ, സാർ എഴുതി തന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെഫറൻസിനുള്ള ലെറ്റർ വാങ്ങിച്ചു. ചെയ്യണ്ടെന്ന് തീരുമാനിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്ന് ഞാൻ സ്കൂളിലേക്ക് മെയിൽ അയച്ചു, എനിക്കിങ്ങനെ ഫിറ്റായില്ല, അതുകൊണ്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ മെയിൽ അയച്ചപ്പോൾ ചെയർമാൻ എൻ്റെ അടുത്ത് മെയിലിൽ പറഞ്ഞു, ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക്, അത് റെഡി ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് ഇടപെട്ടതായിരിക്കും, അതല്ലാണ്ട് അവർക്ക് ഞാൻ പോയാൽ എന്താ, വേറെ എത്ര കാൻഡിഡേറ്റ്സിന് കിട്ടും, പക്ഷേ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഒന്നുകൂടെ ട്രൈ ചെയ്യുമെന്നാണ്. അപ്പം ഞാൻ പോയി CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്ത് റിപ്പോർട്ടിൻ്റെ ആ സമയത്തൊക്കെ കാശ് രൂപം കയ്യിൽ വെച്ച് തന്നെയാണ് പോയത്. അങ്ങനെ പിറ്റത്തെ ദിവസം റിപ്പോർട്ട് വന്നത്. റിപ്പോർട്ടിൽ കാൽസിഫിക്കേഷൻ ഇല്ല എന്നായിരുന്നു കണ്ടത്, കാൽസിഫൈഡ് സ്പോട്ട് ഉണ്ട് എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അത് ഈ റിപ്പോർട്ടിൽ കാൽസിഫിക്കേഷനേ ഇല്ല എന്നൊരു റിപ്പോർട്ടാണ് എനിക്ക് ലാസ്റ്റ് കിട്ടിയത് ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം.
അതെൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു അനുഭവമാണ്. കൃപാസന മാതാവാണ് ഇതിനെല്ലാം വഴിയൊരുക്കിയെന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു. മാതാവിൻ്റെ മാധ്യസ്ഥമാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലായാലും ഞങ്ങളുടെ കുടുംബത്തിലായാലും ഇങ്ങനൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് ദൈവത്തിനാൽ മാത്രമാണ്. ഇപ്പോൾ എനിക്ക് ടിക്കറ്റ് ഇന്നലെയാണ് വന്നത്. അടുത്ത ദിവസം 9-ാം തീയതി ഓഗസ്റ്റ് 9 രാത്രിയിൽ ഫ്ലൈറ്റിൽ ഞാൻ പോകാൻ നിൽക്കുകയാണ്. അതും മാതാവിൻ്റെ കരുണയാലാണ്, ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. ഇത്രത്തോളം എന്നെ വഴി നടത്തിയ ദൈവം ഇനി അങ്ങോട്ട് നടത്തുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തുതി.